കേരളത്തിലും വാനാക്രൈ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വയനാട്ടിൽ തരിയോട് പഞ്ചായത്തിലെ 4 കമ്പ്യൂട്ടറുകൾ നശിക്കപ്പെട്ടിരിക്കുന്നു. വിശദാംശങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, വാനാക്രൈ മോഡൽ ആക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഈ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ സംഭവം സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. ഇത് ആധികാരികമായി സാങ്കേതിക വിദഗ്ധർ ഇത് സംബന്ധിച്ചുള്ള ഒരു സാങ്കേതികമായ ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. ഇതിന് 2 ദിവസത്തെ അവധി ദിവസം കഴിഞ്ഞ് ഓഫീസുകൾ പ്രവർത്തന സജ്ജമാകുമ്പോൾ കൂടുതൽ കമ്പ്യൂട്ടറുകളിലേക്ക് വാനാക്രൈ മോഡൽ ആക്രമണം, ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം പടരുമെന്ന് സുരക്ഷാ വിദഗ്ധർ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ സൈബർ സുരക്ഷാ ഏജൻസി റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതായാലും വയനാട് തരിയോട് പഞ്ചായത്തിലെ 4 കമ്പ്യൂട്ടറുകൾ ഇന്ന് രാവിലെ ഇത്തരത്തിൽ സാങ്കേതികമായി തകർന്നു എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകളെല്ലാം നടക്കുകയാണ്. ഇന്ന് രാവിലെയാണ് റാൻസംവെയർ കണ്ടെത്തിയെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ, സാങ്കേതിക പരിശോധന നടത്തുകയാണ്. ഏതായാലും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന 4 കമ്പ്യൂട്ടറുകളാണ് സാങ്കേതിക തകരാർ കാണിക്കുന്നത്. പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളും അതിന്റെ വാർഷിക റിപ്പോർട്ടുകളും എല്ലാം അടങ്ങിയ കമ്പ്യൂട്ടറുകളാണ് ഇന്ന് രാവിലെ മുതൽ പ്രവർത്തനം നിലച്ച രീതിയിൽ കാണപ്പെട്ടത്. ഏതായാലും ഇത്തരത്തിലുള്ള വാനാക്രൈ മോഡൽ സൈബർ ആക്രമണമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നുവെങ്കിലും സാങ്കേതിക വിദഗ്ധർ അല്ലെങ്കിൽ അത്തരം പരിശോധനകൾ നടക്കുന്നേയുള്ളൂ. ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണമോ ലഭിച്ചിട്ടില്ല. അതായത് അനൂപ്, ഇപ്പോൾ സാങ്കേതിക വിദഗ്ധർ ഏത് രീതിയിലാണ് അവിടേക്ക് ഈ ഒരു സംഭവത്തെ കാണുന്നത്? ഈ 4 കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് ഇതിന്റെ അപകടാവസ്ഥയിലേക്ക് എത്തിയ സംഭവവികാസങ്ങൾ എങ്ങനെയാണ്? എന്ത് വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്? ആരാണ് മനസ്സിലാക്കിയത് ഇത്തരത്തിലൊരു സൈബർ ആക്രമണമാണ് എന്ന് ആദ്യം ബോധ്യപ്പെട്ടത് എങ്ങനെ? മറ്റ് വിശദാംശങ്ങൾ? രാവിലെ പഞ്ചായത്ത് ഓഫീസ് തുറന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. കമ്പ്യൂട്ടറുകൾ ഓൺ ചെയ്തപ്പോൾ 4 കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി. ഇതേ തുടർന്നാണ് പഞ്ചായത്തിലെ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളുകൾ കമ്പ്യൂട്ടർ പരിശോധിക്കുന്നത്. 4 കമ്പ്യൂട്ടറുകൾ അതിൽ പ്രധാനപ്പെട്ട ഫയലുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ഇത് കൃത്യമായി പരിശോധിച്ച് വരികയാണ്. ഇത് തന്നെ ഈ മറ്റു കമ്പ്യൂട്ടറുകൾ പഞ്ചായത്തിലുണ്ട്. 4 കമ്പ്യൂട്ടറുകളാണ് പൂർണ്ണമായും സാങ്കേതിക തകരാർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണവും സ്ഥിരീകരണങ്ങളും ഇതിനാവശ്യമാണ്. ഇത്തരമൊരു മോഡൽ ആക്രമണം തന്നെയാണോ ഇതെന്നുള്ള കാര്യത്തിലാണ് സംശയം. ഏതായാലും അത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം അറിയാനാകും. ഏതായാലും ഇതൊരു ആശ്ചര്യത്തോടു കൂടിയാണോ അവിടെ ആ മേഖലയിലുള്ളവർ കാണുന്നത്? കാരണം ഇത്രയും സൈബർ സുരക്ഷയൊക്കെ തന്നെ, കാരണം ഇന്ത്യയിലടക്കം നമ്മൾ മുൻകരുതലുകളൊക്കെ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോഴും ഇന്ന് സൈബർ ലോകത്ത് നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ ആശ്ചര്യമാണോ കാണേണ്ടത്? എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത് കാര്യങ്ങളെ? പ്രാധാന്യമുള്ള ബാങ്കുകൾ, അതുപോലെ ഓഹരി വിപണികൾ, ടെലികോം കമ്പനികൾ, വിമാനത്താവളങ്ങൾ അത്തരം സ്ഥാപനങ്ങളുടെ എല്ലാം കമ്പ്യൂട്ടറുകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ബാധിക്കുക എന്നുള്ള രീതിയിലാണ് സാങ്കേതികരെല്ലാം തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നൽകിയിരുന്നത്. എന്നാൽ പഞ്ചായത്തിലെ ഒരു 4 കമ്പ്യൂട്ടർ, പ്രത്യേകിച്ച് വയനാട്ടിലെ ഒരു പഞ്ചായത്തിലെ 4 കമ്പ്യൂട്ടർ പ്രവർത്തനത്തിൽ ഇത്തരം ഒരു അക്രമം ഉണ്ടായി എന്ന പ്രാഥമികമായ ഒരു വിവരം ലഭിക്കുമ്പോൾ തന്നെ അതിന്റെ കാര്യമായൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഏതായാലും അത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. കാരണം മറ്റു മേഖലകളിലോ വയനാട്ടിലെ തന്നെ മറ്റു മേഖലകളിലോ ഒന്നും തന്നെ ഇത്തരം ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല കേരളത്തിലാകെ തന്നെ. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സ്ഥിരീകരണം ഇതിനെ സംബന്ധിച്ച് വരാനുണ്ട്. ഏതായാലും ഈ 2 ദിവസത്തെ അവധി കഴിഞ്ഞ് കമ്പ്യൂട്ടറുകൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും അറ്റാച്ച് ഫയൽ തുറക്കുമ്പോഴെല്ലാമാണ് ഇത്തരത്തിലുള്ളൊരു സാധ്യത, വാനാക്രൈ ആക്രമണം കൂടുതൽ വ്യാപിക്കുമെന്നെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആക്രമണമാണ് തരിയോട് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് സംശയിക്കാൻ ഒരു ഇടയാകുന്നത്. ഇത്തരം ആക്രമണമാണോ എന്നുള്ള കാര്യം സാങ്കേതിക വിദഗ്ധർ ഇതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരം ഒരു ആക്രമണം വയനാട്ടിൽ ഈ 4 കമ്പ്യൂട്ടറുകളെ ഇത്തരമൊരു ആക്രമണം മൂലമാണോ അതിന് സാങ്കേതിക തകരാർ കാണിക്കുന്നുള്ള കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ആവശ്യമുണ്ട്. അതായത് തന്നെ അവിടെയുള്ള സാങ്കേതിക വിദഗ്ധർ ഈ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്.
അനൂപ്, ഈ പറഞ്ഞ അതായത് സൈബർ സുരക്ഷാ വിദഗ്ധർ നൽകിയ മുന്നറിയിപ്പ് അല്ലെങ്കിൽ അവർ വിശദീകരിക്കുന്നത് പോലെയുള്ള ലക്ഷണങ്ങളാണോ ഈ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ കണ്ടത്? ഈ ഫയലുകളൊക്കെ തന്നെ ആ രീതിയിൽ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ, വാർത്ത പകരുമ്പോൾ നൽകിയ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ആ രീതിയിൽ തന്നെയാണോ ഇവിടെ ലക്ഷണങ്ങൾ കണ്ടത്? ഈ ഒരു സ്ഥാപനത്തിലെ ഒരു കമ്പ്യൂട്ടറിൽ ഈ വൈറസ് കടന്നുകൂടിയാൽ അതിന്റെ ശൃംഖലയിൽപ്പെട്ട, അതിന്റെ ലാൻഡ് ഏരിയ നെറ്റ്വർക്കിൽപ്പെട്ട മുഴുവൻ കമ്പ്യൂട്ടറുകളെയും ഇത് ബാധിക്കും, എല്ലാ കമ്പ്യൂട്ടറുകളെയും ഇത് ബാധിക്കുമെന്നെല്ലാമാണ് സാങ്കേതിക വിദഗ്ധർ ഇത് സംബന്ധിച്ചുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെയുള്ള മറ്റു കമ്പ്യൂട്ടറുകളെ ഇത് ബാധിച്ചിട്ടില്ല. ഈ കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളെയാണ് ഇത് ബാധിക്കൂ എന്ന് പറയുന്നെങ്കിൽ കൂടി 4 കമ്പ്യൂട്ടറുകൾ മാത്രമാണ് ഇപ്പോൾ തരിയോട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും വിശദാംശങ്ങളും വാർഷിക റിപ്പോർട്ടുകളെല്ലാം ഉൾപ്പെടെയുള്ള ഒരു അത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചിരുന്ന കമ്പ്യൂട്ടറാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു കമ്പ്യൂട്ടറുകളെ ബാധിച്ചിട്ടുണ്ടോ, ഇനി ഇത് തന്നെ ഇത്തരം ഒരു ആക്രമണമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നമാണോ കാണിക്കുന്നത്? അനൂപ്, ഇപ്പോൾ അച്യുത് ശങ്കർ സാങ്കേതിക വിദഗ്ധൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അച്യുത് ശങ്കർ, ഈ സംഭവത്തെ, കാരണം വയനാട്ടിൽ തരിയോട് പഞ്ചായത്തിലെ 4 കമ്പ്യൂട്ടറുകളാണ് ഇത്തരത്തിൽ തകർന്നിരിക്കുന്നത് അല്ലെങ്കിൽ നശിക്കപ്പെട്ടിരിക്കുന്നത്. താങ്കൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ സൂചനകളൊക്കെ വെച്ച് ലഭിക്കുന്ന വിശദാംശങ്ങൾ നോക്കുമ്പോൾ ഒരു സൈബർ അറ്റാക്ക് എന്ന തരത്തിലേക്ക് നിഗമനങ്ങളിലേക്ക് പോകേണ്ടി വരുമോ ശ്രീ അച്യുത്? ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോഴാണ് കേൾക്കുന്നത്, കേരളത്തിലുണ്ടായ സംഭവത്തിനെ കുറിച്ച്. പക്ഷേ ഇത് 2 ദിവസമായിട്ട് നമ്മുടെ ഇന്റർനെറ്റിലും പത്രമാധ്യമങ്ങളിലും കൂടെ പ്രചരിക്കുന്ന വാർത്തകൾ വെച്ചുകൊണ്ട് അത് തന്നെ ആയിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ 10-15 വർഷത്തിൽ കൂടുതലായിട്ട് എത്രയോ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോക്താക്കൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിൻഡോസ് ഉപയോഗിക്കരുതെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നിയത്, ലിനക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ ലിനക്സ് കമ്പ്യൂട്ടറുകളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകേണ്ട കാര്യം. അപ്പോൾ ഈ അവസരത്തിൽ ഏറ്റവും നമ്മുടെ സമൂഹത്തിന്റെ ശ്രദ്ധ വരേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ അപകടകരമായിട്ടുള്ള ഒരു കുത്തുക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പൊതുജനങ്ങൾ ാക്കിക്കൊണ്ട് സോഫ്റ്റ്വെയർ ലിനക്സ് സോഫ്റ്റ്വെയറിലേക്ക് മാറാനായിട്ടുള്ള ഒരു അവസരം എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായി കുറിച്ച് പറയാനായിട്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ലഭ്യമല്ല. വിശദാംശങ്ങൾ ഒരുപക്ഷെ താങ്കൾക്ക് ലഭിച്ചില്ലെങ്കിൽ കൂടിയും, കാരണം ഒരു ജനറലായിട്ട് കാര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ നെറ്റിലൂടെ, കാരണം സൈബർ സുരക്ഷയൊക്കെ അവകാശപ്പെട്ട രാജ്യങ്ങൾ പോലും മുഖത്ത് വിരൽ വെച്ച് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കേണ്ട സാഹചര്യം. അപ്പോഴും ഇന്ത്യ ഒരു പക്ഷേ വലിയ അല്ലെങ്കിൽ മാറി നിന്ന അപകടം ഒരുപക്ഷെ നേരിടാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തി. പക്ഷേ ഇന്നിപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങും സുരക്ഷ ഇല്ല എന്ന തരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ചില മുൻകരുതലുകൾ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായ ചില മുൻകരുതലുകൾക്ക് അപ്പുറത്തേക്ക്, അതൊക്കെയും ഒരു പരിധിയിലകത്ത് വരുന്നതാണോ, അതോ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യയെ ഒരുപക്ഷെ അവിടെ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന തരത്തിലേക്കാണോ വരുന്നത് ശ്രീ അച്യുത് ശങ്കർ? എനിക്ക് പറയാനുള്ളത്, ഈ നമുക്ക് സുരക്ഷ ഉണ്ടെന്ന് പറയാനേ സാധിക്കില്ല. കാരണം മൈക്രോസോഫ്റ്റിന്റെ ഒരു സംവിധാനം, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തികൾ ഉപയോഗിക്കുന്ന ഒരുപാട് എണ്ണത്തിൽ അത് വേണ്ടുന്ന രീതിയിൽ ആയിരിക്കില്ല അത് വാങ്ങിയിരിക്കുന്നതും അതിന്റെ സംവിധാനങ്ങൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ അതിനകത്തുണ്ടായിരിക്കുന്ന ഒരു സുരക്ഷാ പാളിച്ചയുടെ അനന്തരഫലമാണ് നമ്മളിപ്പം കാണുന്ന ഈ സൈബർ ആക്രമണം. അതുകൊണ്ടാണ് അവർ അതിനൊരു പാച്ച് എല്ലാവരും ഉപയോഗിച്ച് അതിനെ ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുള്ള മുൻകരുതലുകൾ ഇത് തന്നെയാണ്. ഒരു കമ്പനിയുടെ കുറ്റവും കുറവും എല്ലാം നമ്മൾ അറിയുന്നേ ഇല്ല, അത് അറിയുന്ന സമയത്ത് ചില താമസിച്ചു പോയെന്ന് വരും. അപ്പോൾ അതിന് പകരമായിട്ട് വളരെയധികം വ്യക്തമായിട്ടുള്ളൊരു സന്ദേശമാണ്, അതായത് സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും നൈതികമായിട്ടും കുത്തുക സോഫ്റ്റ്വെയറുകളെക്കാളും മെച്ചമാണെന്ന് വളരെയധികം തെളിഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ അതിനെക്കുറിച്ച് വളരെയധികം അവബോധമുള്ള സ്ഥലത്ത് ഈ മറ്റ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ, ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മൈക്രോസോഫ്റ്റിന്റെ കമ്പ്യൂട്ടറാണ് ബഹുഭൂരിപക്ഷം ഉള്ളത്. അപ്പൊ അത് മാറ്റിയിരുന്നെങ്കിൽ ഇതിന്റെ ഒരു ഭീഷണി വലിയൊരളവ് വരെ ഒഴിവാകുമായിരുന്നു. എനിക്ക് അതാണ് സുപ്രധാനമായിട്ട് പറയാനുള്ളത്. ഒരു സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ലാത്ത, ആന്തരിക വിശദാംശങ്ങൾ നമുക്കറിയില്ലാത്ത കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ
എപ്പോഴും സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ സംഭവം നൽകുന്ന സന്ദേശം. തീർച്ചയായും തികഞ്ഞ ജാഗ്രത തന്നെ വേണം എന്ന് തന്നെയാണ് ശ്രീ അച്യുത് ശങ്കർ ഈ മേഖലയിലെ വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നത്. വയനാട്ടിൽ നിന്നുള്ള ആദ്യ റിപ്പോർട്ടാണ് വരുന്നത്. വയനാട്ടിലെ തരിയോട് പഞ്ചായത്തിലെ 4 കമ്പ്യൂട്ടറുകളാണ് ഇപ്പോൾ നശിച്ചിരിക്കുന്നത്. വാനാക്രൈ മോഡൽ ആണോ, സൈബർ ആക്രമണം എന്ന സ്ഥിരീകരണം കൂടി ലഭിക്കേണ്ടതുണ്ട്.